നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി അതിരൂക്ഷം. ഇന്ന് വിവിധ അപകടങ്ങളിലായി 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മെയ് 25 മുതൽ ആരംഭിച്ച മഴയിൽ വൈദ്യുതി വകുപ്പിന് 164 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായത്. നാളെ മഴ കുറഞ്ഞേക്കുമെന്നാണ് സൂചന. കാലവർഷം ആരംഭിച്ച് 6 ദിവസങ്ങൾക്കകം സംസ്ഥാനം നേരിട്ടത് വലിയ പ്രതിസന്ധി. വൈദ്യുതി വകുപ്പിന് മാത്രം 164 കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത്. 3153 ഹൈടെൻഷൻ പോസ്റ്റുകൾക്ക് തകരാർ സംഭവിച്ചു. 8 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സമുണ്ടായി. മഴക്കെടുതിയിൽ ഇന്ന് 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആലപ്പുഴ ഹരിപ്പാടിൽ മീൻപിടുത്തത്തിന് പോയ വള്ളിക്കാട് സ്വദേശി സ്റ്റീവ് വെള്ളം മറിഞ്ഞു മരിച്ചു. കായംകുളം കട്ടച്ചിറയിൽ പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് 66-കാരനായ പത്മകുമാർ മരിച്ചു. എറണാകുളം ചെറായിയിൽ വ്യാഴാഴ്ച വഞ്ചി മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കണ്ണൂർ പാട്യത്ത് തോട്ടിലൊഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹവും കണ്ടെത്തി. പാട്യം മുതിയങ്ങയിലെ നളിനിയാണ് മരിച്ചത്. മലപ്പുറം കാളികാവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അഞ്ചച്ചവടി സ്വദേശി അബ്ദുൽ ബാരിയുടെ മൃതദേഹവും കണ്ടെത്തി. സംസ്ഥാനത്ത് 2000 കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ്. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മഴ കുറഞ്ഞെങ്കിലും ജനങ്ങളുടെ ദുരിതം തീരുന്നില്ല. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിപ്പോഴും തുടരുകയാണ്. കൊല്ലം ജില്ലയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടവുമാണ്. തോരാതെ പെയ്യുന്ന മഴയിൽ ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പുറം റോഡിൽ വെള്ളം കയറിയതിനാൽ KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. KSRTCയുടെ സർവീസ് നീരറ്റിപ്പുറം വരെ നീട്ടാത്തതിനാൽ തലവടി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. ആലപ്പുഴയിൽ 216 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അമ്പലപ്പുഴ താലൂക്കിൽ മാത്രം 715 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. 164 വീടുകൾ ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. കൊല്ലം ഇളമ്പള്ളൂരിൽ മരം വീണ് നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ് തകർന്നു. കൊല്ലം കരവാളൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കൃഷിനാശമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി ഉയർന്നു. 3 ലക്ഷം രൂപയിലധികം നഷ്ടപരിഹാരം നൽകേണ്ടുന്നതുണ്ട്. 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ. എന്നാൽ ആ നൽകാൻ കഴിയുന്നത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ്. പഞ്ചായത്തിൻ്റെ കൃഷി ഭവനിൽ നിന്ന് കൃഷി ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഒരു 10 കർഷകർക്കായിട്ട് കൂടുതൽ കൂടിപ്പോയാൽ 5000 രൂപ വീതം 50,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയും. മഴക്കെടുതിയിൽ കൊല്ലം ജില്ലയിൽ ആകെ 48,69,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. കനത്ത കാറ്റിലും മഴയിലും ഇടുക്കിയിൽ 130 വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. എറണാകുളത്തെ മലയോര മേഖലയിലും തീരദേശത്തും വലിയ നാശനഷ്ടമുണ്ടായി. കോട്ടയത്ത് 300ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് എറണാകുളം തേവര കോയിത്തറ റോഡിലെ കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ കാർ മറിഞ്ഞത്. അമൃത് പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയിലാണ് കാർ അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ബൈക്കുകാരൊക്കെ ഒരു 4-5 മാസങ്ങളായിട്ടൂടെ വീഴ്ച സ്ഥിരമായിട്ടുണ്ട്. അപകടം പറ്റി ആളുകൾ പോകുന്നുണ്ട്. ഇതൊക്കെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു വിധത്തിലും ഒരു പ്രതികരണം പോലും ഇല്ല. കൊച്ചിയിലെ തീരപ്രദേശത്തും മലയോര മേഖലകളിലും മഴ ശക്തമാണ്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. പൊൻമുടി, കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. മധ്യകേരളത്തിൽ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മഴ. 300ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. തൃശൂരിൽ മഴ ശക്തമായതിനെ തുടർന്ന് വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയി കടലിൽ അകപ്പെട്ട 8 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതർ. ഇവരിൽ 4 പേരെ കോസ്റ്റ് ഗാർഡ് തിരിച്ചെത്തിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയ 4 പേരെ നാളെ പുലർച്ചെ വിഴിഞ്ഞത്തെത്തിക്കും. 3 നാൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് ആശ്വാസത്തിന്റെ സായാഹ്നം. കാണാതായതിൽ 4 മത്സ്യത്തൊഴിലാളികളാണ് സുരക്ഷിതരായി തിരികെ എത്തിയത്. ശക്തമായ കാറ്റും തിരമാലകളുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായത്.
കടൽ ശാന്തമായപ്പോൾ തിരികെ വരാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇന്ധനം തീർന്നതോടെ നടുക്കടലിൽ കുടുങ്ങി. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ കോസ്റ്റ് ഗാർഡ് എത്തിയാണ് ഇവരെ രക്ഷിച്ചത്. സഹോദരൻ വിളിച്ച് അനുജത്തിയുടെ ഫോൺ നമ്പർ അവന് കാണാതെ അറിയാം. ആ നമ്പറിൽ വേറെ ആരുടെയോ ഫോൺ വാങ്ങിച്ചാണ് വിളിച്ചത്. അപ്പോഴാണ് നമുക്ക് അറിവ് കിട്ടി. ജോണിയാണ് വിളിച്ചത്. പാത്തിമാത വള്ളത്തിലെ ജോണിയാണ് വിളിച്ചത്. വിളിച്ചപ്പം കിട്ടിയപ്പോൾ നമുക്ക് ഇത്തിരി ആശ്വാസമായി. ഫാത്തിമ മാതാ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ കന്യാകുമാരി തീരത്തു നിന്നാണ് ഇന്ന് ഉച്ചയോടെ കണ്ടെത്തിയത്. മറിഞ്ഞ വള്ളത്തിന് മുകളിൽ അഭയം പ്രാപിച്ചവരെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് കരയിലെത്തിച്ചത്. ബോട്ടാണ് പണിക്ക് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇവർ പോകുമ്പോഴേ ഈ വള്ളം കമന്ന് കിടക്കുന്നത് കണ്ട് അതിൽ 4 പേരും അതിൽ പറ്റി പിടിച്ച് കിടന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ 4 പേരെയും ബോട്ടിൽ കയറ്റിയ ശേഷം ഈ വള്ളം മലർത്തി ഇനി കെട്ടിവലിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു ആശ്വാസമാണ്. അവരെയും കൂടെ കന്യാകുമാരി ഭാഗത്ത് തന്നെയാണ്. ഇന്നലെ അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്ന സ്റ്റെല്ലസിനെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. 24 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ ആവേശമേറുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ആവേശകരമായ റോഡ് ഷോയോടെ LDF പ്രചാരണത്തിൽ സജീവമായി. 100 കണക്കിന് ആളുകൾ അണിനിരന്ന പ്രകടനത്തോടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. M സ്വരാജ് തിങ്കളാഴ്ച പത്രിക നൽകും. എന്നാലും പ്രവർത്തകരെ ആവേശത്തിലാക്കി നിലമ്പൂരിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് റോഡ് ഷോ തുടരുകയാണ്. കോടതിപ്പടി മുതൽ എടക്കര വരെയുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ നടക്കുന്നത്. ഷഹദ് റഹ്മാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു തത്സമയം. ഷഹദ്, റോഡ് ഷോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ചതാണ്. വലിയ ആവേശം അണികൾക്കും പ്രവർത്തകർക്കുമിടയിൽ ഉണ്ടാക്കിയാണ് M സ്വരാജ് ഇന്ന് മണ്ഡലത്തിലെത്തിയത്. വലിയ ആവേശം, വലിയ ആത്മവിശ്വാസം LDF ക്യാമ്പിന് ഉണ്ടാക്കുന്നതാണ് M സ്വരാജിന്റെ ഈ വരവ്. സ്ഥാനാർത്ഥിയായി 2006 ശേഷം CPM-ന്റെ ചിഹ്നത്തിൽ, പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ നിർത്തുന്നു. അതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലൊക്കെ തന്നെ വളരെ പ്രാധാന്യം ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഷഹദ് റഹ്മാൻ ചെയ്തു. ഷഹദ്, ഈ റോഡ് ഷോ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? എത്രമാത്രം പങ്കാളിത്തമുണ്ട്? എന്താണ് LDF ക്യാമ്പിന്റെ ആവേശം? അതായത് ഞങ്ങൾ ഇപ്പൊ മൂത്തേടമാണ് എത്തിയിട്ടുള്ളത്. നിലമ്പൂരിൽ M സ്വരാജിന്റെ റാലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് മൂത്തേടം എത്തി. അതായത് മലപ്പുറത്തെ അല്ലെങ്കിൽ നിലമ്പൂരത്തെ ഈ മണ്ഡലം ചുറ്റി, അതായത് ആദ്യഘട്ടം തന്നെ പ്രചാരണം കൊഴുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് LDF മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം കുറച്ച് വൈകിയെങ്കിലും ലേറ്റാൽ വന്ന ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ, അതായത് കുറച്ച് താമസിച്ചെങ്കിലും അതിനെ ഒന്നും വകവെക്കാതെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ഇന്ന് രാവിലെ മുതൽ LDFന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. വൈകിട്ട് 3 മണിക്കാണ് ഈ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കോടതിപ്പടിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. പിന്നീട് പൂക്കോട്ടുംപാടം, അതുപോലെ തന്നെ കരുളായി, മൂത്തേടം, വഴിക്കടവ്, മരുത, പോത്തുകൽ, ചുങ്കത്തറ, എടക്കര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം, അല്ലെങ്കിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ റാലി നടത്തിയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ എടക്കരയിൽ ഈ റാലി സമാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എടക്കരയിലുള്ള റോട്ടിലാണ്, എടക്കര റോട്ടിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ റാലി വന്ന് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. എടക്കര നഗരത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള പ്രവർത്തകരെ അഭിവാദം ചെയ്യുകയാണ് M സ്വരാജ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം വൈകിട്ട് 3 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മൂത്തേടം നഗരത്തിലാണ്, അല്ലെങ്കിൽ മൂത്തേടം അങ്ങാടിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള റാലി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള സ്വീകരണം. അത് വെറും ഒരു സ്വീകരണമായിരുന്നു പാർട്ടി നേതൃത്വം ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് റോഡ് ഷോയ്ക്ക് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ശരി ഷഹദ്, അങ്ങനെ LDF ആവേശകരമായ റോഡ് ഷോയോടെ പ്രചാരണത്തിൽ സജീവമാകുന്ന കാഴ്ചയാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 100 കണക്കിന് ആളുകൾ നേരുന്ന പ്രകടനത്തോടെയാണ് ഇന്ന് ഉച്ചയോടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പത്രിക സമർപ്പിച്ചത്. M സ്വരാജ് തിങ്കളാഴ്ചയാവും പത്രിക നൽകുക. എപ്പോഴും ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. എന്നാൽ മഴയ്ക്കും തണുപ്പിക്കാവുന്നതല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം.
സ്ഥാനാർത്ഥികൾ കളനിറഞ്ഞതോടെ നിലമ്പൂർ ആവേശപ്പോരിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി നിലമ്പൂരിലെത്തിയ എം സ്വരാജിന് വമ്പൻ സ്വീകരണം നൽകിക്കൊണ്ടാണ് LDF പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം പ്രവർത്തകരുടെ ആവേശത്തിൽ റോഡ് ഷോയായി മാറി. ജന്മനാടിന്റെ ഊഷ്മളമായ സ്വീകരണത്തിൽ ആവേശഭരിതനായ എം സ്വരാജിന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഏറ്റവും ആവേശകരമായ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പലരെയും വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ചിലരുൾപ്പെടെ ഇവിടെ കാണുകയുണ്ടായി. അത് വളരെ ആഹ്ലാദനിർഭരമായ ഒരു കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷവും മണ്ഡലത്തിലാകെ LDFന്റെ റോഡ് ഷോ നടന്നു. രാവിലത്തെ LDFന്റെ റോഡ് ഷോ നിലമ്പൂർ ടൗണിൽ എത്തുമ്പോഴേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള UDFന്റെ പ്രകടനം തുടങ്ങിയിരുന്നു. കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു UDFന്റെ ആവേശകരമായ പ്രകടനം. എതിരാളി ആരായാലും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന വിശ്വാസത്തിലാണ് UDF. വലിയ പ്രതീക്ഷയുണ്ട്, വലിയ 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 ആത്മവിശ്വാസമുണ്ട്, വലിയ പ്രതീക്ഷ. ആര്യൻ ഷൗക്കത്ത് എം സ്വരാജ് പോരാട്ടത്തിന് കളമൊരുങ്ങിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ മത്സരമാകുമെന്ന് ഉറപ്പായി. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ പക്ഷേ മത്സര സാധ്യത തള്ളുന്നില്ല PV അൻവർ. മത്സരിക്കില്ല എന്നും ഇനി UDFിലേക്ക് ഇല്ലെന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ അൻവർ ഉച്ചയ്ക്ക് ശേഷം ആ നിലപാടിൽ മലക്കം മറിഞ്ഞു. PV അൻവറിനെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നാണ് UDFിലെ പൊതുധാരണ. ഞാനിനിയില്ല, UDFിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDFിലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ആഴ്ചകൾ നീണ്ട മാരത്തൺ ചർച്ചകൾ സമവായത്തിൽ എത്താതിരുന്നതോടെയാണ് UDFിലേക്കില്ലെന്ന PV അൻവറിന്റെ വൈകാരികത നിറഞ്ഞ ഈ പ്രഖ്യാപനം. ഒറ്റയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ പിന്മാറുന്നുവെന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട PV അൻവർ വ്യക്തമാക്കി. എന്നാൽ നേരമിരുട്ടും മുന്നേ ഈ നിലപാടിൽ നിന്നും PV അൻവർ പിന്നോട്ട്. UDF പ്രവേശനത്തിലും മത്സരത്തിലും PV അൻവറിന്റെ പുതിയ നിലപാട് ഇങ്ങനെ: മത്സരിക്കാൻ ഞാനുണ്ട്, മത്സരിക്കാൻ 5 പൈസ ഇല്ല, അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു ഇന്ന് രാവിലെ PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് VD സതീശനാണെന്ന് അൻവറിന്റെ കുറ്റപ്പെടുത്തൽ. തൽക്കാലം അൻവറിനെ പ്രകോപിപ്പിക്കേണ്ടെന്ന പൊതുധാരണയിലാണ് നേതാക്കൾ. അങ്ങനെ LDFന് എതിരെ പിന്നെ അവര് കൂടുതൽ പറഞ്ഞു ഉള്ളതൊന്നുമല്ല. LDFനെതിരെ അൻവറിനെ സംബന്ധിച്ച് അൻവർ നേരത്തെ തന്നെ LDF ഗവൺമെന്റിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്ന ആളാണ്. ഞങ്ങളുടെ അജണ്ടയും അതുതന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ അവസാന നിമിഷം വരെയും എൻ്റെ പ്രതീക്ഷ. മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ 2 ദിവസം കൂടി സമയമുണ്ടല്ലോ എന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ഇതിനാൽ തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. ടീം 24 നിലമ്പൂർ. LDFും UDFും പ്രചാരണത്തിലേക്ക് സജീവമായി കടന്നെങ്കിലും നിലമ്പൂരിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി NDAയിൽ ഇപ്പോഴും കടുത്ത അനിശ്ചിതത്വമാണ്. മത്സരിക്കാൻ ഇല്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി BJP നേതൃത്വത്തെ അറിയിച്ചു. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന് പറയാമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. തിങ്കളാഴ്ചയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തുടങ്ങിയ ആശയക്കുഴപ്പം NDA ക്യാമ്പിൽ ഇന്നും തുടരുന്നു. BDJSന് സീറ്റ് നൽകി മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന BJPയുടെ പദ്ധതി തുടക്കത്തിലെ പാളി. BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചെങ്കിലും ആരും മത്സരിക്കാൻ തയ്യാറായില്ല. അവസാനം സീറ്റ് വേണ്ടെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ BJP നേതൃത്വത്തെ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നും ആവർത്തിച്ചു. അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു അനാവശ്യമായ ഒരു മത്സരമാണ്, ഒരു ഇലക്ഷൻ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. LDFും UDF അല്ലേ ഈ ഇലക്ഷന്റെ ഒരു സൃഷ്ടിക്കുന്ന അവരല്ലേ ചുമതല, അവര് ചെയ്തു. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് LDFും UDFും രാഷ്ട്രീയ പ്രചാരണമാക്കുന്നുണ്ട്.
BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് CPIM BJP ബാന്ധവത്തിന്റെ തെളിവാണെന്നാണ് UDF ക്യാമ്പിന്റെ ആരോപണം. LDFനെ തോൽപ്പിക്കാൻ BJPയും കോൺഗ്രസും ഉൾപ്പെട്ട മഴവിൽ സഖ്യം രൂപപ്പെട്ടുവെന്നാണ് CPIMന്റെ മറുപടി. ആരോപണങ്ങൾ തുടരുമ്പോഴും നാമനിർദ്ദേശ പത്രിക നൽകുന്ന അവസാന ദിനം മാത്രമേ NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. 24 നിലമ്പൂർ. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് കൈമാറിയത്. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് അരുത് അക്രമം അരുത് ലഹരി എന്ന സന്ദേശവുമായി SKN40 കേരള യാത്ര സംഘടിപ്പിച്ചത്. മാർച്ച് 16 തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20 കോഴിക്കോട് ബീച്ചിലാണ് സമാപിച്ചത്. യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി R. ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ യാത്രയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറുമോ? തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതിൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷമായിട്ട് ആവട്ടെ. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും മയക്കുമരുന്ന് വ്യാപനത്തിന് കാരണമാകുന്ന അടിസ്ഥാന ഘടകങ്ങൾ, പ്രശ്നം പരിഹരിക്കുന്നതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് 24 ഗവേഷണ വിഭാഗം യാത്രയിലുടനീളം നടത്തിയത്. മയക്കുമരുന്നിനടിമയായവർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണക്കാർ, ഡോക്ടേഴ്സ്, മനഃശാസ്ത്രജ്ഞർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ, ലഹരിയിൽ നിന്നും മുക്തരായവർ, വിദ്യാർത്ഥികൾ എന്നിവരുമായെല്ലാം ചർച്ചകൾ നടത്തി. ഇതേ തുടർന്ന് ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഭീഷണി ഫലപ്രദമായി തടയുന്നതിനുള്ള ശുപാർശകളും പരിഹാരമാർഗങ്ങളും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ചടങ്ങിൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് വൈസ് പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുകയാണ്. 3395 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ മാത്രം 1336 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും ഒരാൾ മരിച്ചെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ 1336 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്ര 467, ഡൽഹി 375, ഗുജറാത്ത് 265, കർണാടക 234 എന്നിങ്ങനെയാണ് കോവിഡ് ബാധ. കേരളത്തിലുൾപ്പെടെ ഇതുവരെ 8 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 1435 പേർ രോഗമുക്തരായി. സംസ്ഥാനങ്ങളിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെ സാഹചര്യം, അടിയന്തര സൗകര്യം എന്നിവ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ജൂൺ 2-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ജില്ലാ, താലൂക്ക് തലങ്ങളിൽ ആശുപത്രികളിലെ തയ്യാറെടുപ്പുകൾ, പരിശോധന, മരുന്ന്, PPE കിറ്റുകൾ, ഐസൊലേഷൻ സൗകര്യം, ഓക്സിജൻ ലഭ്യത, വെന്റിലേറ്റർ, കിടക്കകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനങ്ങൾ മോക്ക് ഡ്രില്ല് നടത്തണമെന്നും നിർദ്ദേശം. 24 ഡൽഹി. തന്നെ തകർക്കാൻ ശ്രമിച്ചവർ വിപിനെ ഉപകരണമാക്കിയെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ കേസുമായി മുന്നോട്ടു പോകും. അമ്മയിലും ഫെഫ്കയിലും വിശദീകരണം നൽകും. വിപിനെ മർദ്ദിച്ചിട്ടില്ല, ഇതൊരു അടിക്കേസല്ല. വിപിൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത കുറ്റങ്ങളാണ്, കാര്യങ്ങളാണ്. തനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വിപിൻ ഉണ്ടാക്കി. വിപിനെ കുറിച്ച് മുൻപും പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. 3 മാസം മുൻപ് വിപിനെതിരെ ഒരു നടി ഫെഫ്കയിൽ പരാതി നൽകിയിരുന്നു. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വിപിൻ ഉണ്ടാക്കിയ നാടകമാണ് ഇതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കയിലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ആൾക്കാർ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്.
എൻ്റെ അടുത്ത സുഹൃത്തായ ടോവിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഞാൻ ഇപ്പോഴും പറയാണ്, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുകയാണ്.